സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല സമയം നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ഞായറാഴ്ചയുടെ വൈകിവേളയിലായിരിക്കുവാൻ സർവശക്തനും സർവകൃപാലുവുമായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വൈകിവേളയിൽ നമുക്ക് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നവർ, ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിച്ച് ജയമെടുക്കുവാൻ അവസരം ലഭിച്ചവർ കരങ്ങളെ തട്ടി അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വർഗം പ്രസാദിക്കും വിധത്തിൽ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും വിധത്തിൽ, സ്ഥലം പോരാതവണ്ണം അമർത്തി കുലുക്കി കവിയുന്ന ഒരളവായി ഒഴിഞ്ഞ ഭണ്ഡാരങ്ങൾ, ശൂന്യമായ ഭണ്ഡാരങ്ങൾ നിറയപ്പെടുന്ന കൃപയ്ക്ക് മഞ്ഞു പോലെ മഴ പോലെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നോഹയുടെ യാഗ സൗരഭ്യം നുകർന്ന ദൈവം സ്വർഗം തുറന്ന് നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ, അറാറത്തിന് മുകളിൽ വിതയും കൊയ്ത്തുമുള്ള നാളുകളെ സമ്മാനിച്ചതുപോലെ, ഇന്ന് പകലിലും ഈ വൈകിയ വേളയിൽ നിന്റെ സ്തുതിയിൽ, നിന്റെ സ്തോത്രത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധന കൊതിയനായൊരു ദൈവമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മടികൂടാതെ ആരാധിക്കുവാൻ, മടികൂടാതെ സ്തുതിക്കുവാൻ, മടികൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യേശുവിൻ നാമത്തിൽ അറാറത്തിന് മുകളിൽ നിന്ന് ഉയർന്ന ആരാധനയുടെ സ്തോത്രത്തിന്റെ അനുഭവം നിന്റെ അധര യാഗങ്ങളിലൂടെ സ്തുതി എന്ന സ്തോത്രമെന്ന, സ്തുതി എന്ന സ്തോത്രമെന്ന അധര യാഗത്തിലൂടെ ഉയരരുതെന്ന് അതേ ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്. നിന്റെ കണ്ഠത്തിന് മുകളിൽ വായിലൂടെ അതേ ദൈവത്തിന് സ്തുതി എന്ന, ദൈവത്തിന് സ്തോത്രമെന്ന, അത്യുന്നതന് മഹത്വമെന്ന പദം ഉയരരുതെന്ന്, നീ ആർത്തുച്ചത്തിൽ ഹല്ലേലൂയ പാടരുതെന്ന്, നീ സർവശക്തനെ ആരാധിക്കരുതെന്ന്, ഓ റീദാര ശഖ രദരേഷന്ധാരകന, നിന്റെ ശബ്ദത്തെ തടയുന്ന, നിന്റെ ആരാധനയുടെ ശബ്ദത്തെ തടയുന്ന, നിന്റെ നാവിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരാതെ വേണം തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ നീ സ്തുതിച്ചാൽ, നീ ആരാധിച്ചാൽ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അടഞ്ഞു കിടക്കുന്ന സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ഒരു ശത്രു, ഓ യെസ്, യേശുവിൻ നാമത്തിൽ ചില നാളുകളായി, ചില മാസങ്ങളായി നിന്റെ ശബ്ദത്തെ തടഞ്ഞ്, നിന്റെ സ്തുതിയെ സ്തോത്രത്തെ തടസ്സപ്പെടുത്തി വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന ശത്രു, അവൻ കണ്ട് ലജ്ജിക്കും വിധത്തിൽ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവജനമേ, ആകാശത്തിന്റെ കിളിവാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. നിന്റെ ഒഴിഞ്ഞ കലവറയുടെ അനുഭവങ്ങൾ മാറുവാൻ, ഒഴിഞ്ഞ ഭണ്ഡാരത്തിന്റെ അനുഭവങ്ങൾ മാറുവാൻ, ശൂന്യമായ പേഴ്സിന്റെ അനുഭവങ്ങൾ മാറുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഒഴിഞ്ഞത് നിറഞ്ഞു വരുന്ന കൃപയ്ക്കായി നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നപ്പാ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി വെയിറ്റ് ചെയ്യുന്ന കർത്താവേ, ഞങ്ങളൊക്കെ ഈ നല്ല വൈകിയ വേളയിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, അങ്ങയ്ക്ക് മാത്രം മഹത്വമുണ്ടാകുന്ന, അങ്ങയ്ക്ക് മാത്രം ഞങ്ങൾ പുകഴ്ചയായി മാറുന്ന നല്ല വൈകിയ വേളയുടെ അനുഭവത്തെ ഞങ്ങൾക്കൊരുക്കുന്ന കൃപയ്ക്കായി ഒരിക്കൽ കൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നല്ല കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകമായി ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നോഹയെയും കുടുംബത്തെയും നമുക്ക് കാണുവാനായി കഴിയും. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ എന്നെ കേൾക്കുന്ന ഭക്തരായ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് നോഹ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, നോഹ നീതിമാനായിരുന്നു. നോഹ നീതിമാനായിരുന്നു. നീതിമാനായിരുന്ന നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെയെങ്കിൽ
ഈ വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനാണ്, നീ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളാണ്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ചില ഹൃദയങ്ങളിൽ സുപരിചിതയായി മാറുവാൻ പോകുക. ചില വ്യക്തികൾക്ക് നീ അപരിചിതയായി മാറിപ്പോയി. ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ സുപരിചിതയായിരിക്കേണ്ട ചില ഹൃദയങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് നീ അപരിചിതനായി പോയി. നീ അപരിചിതൻ. യേശുവിൻ നാമത്തിൽ ദൂത് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ അപരിചിതനായി പോയി, നീ അപരിചിതനായി പോയി. എന്നാൽ ദൈവത്തിന്റെ കൃപ നിന്റെ ചില വ്യക്തികൾക്ക് യേശുവിൻ നാമത്തിൽ ഈ ശബ്ദപരിധിയിൽ അപരിചിതരായി മാറിയതുകൊണ്ട് ആ നിരാശയും വേദനയും അനുഭവിച്ചായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഇതിനകത്തുകൂടെ പ്രതീക്ഷയോടെ നോക്കിയ ചിലർ അപരിചിതരായി മാറിയപ്പോൾ ഇന്നലകളിൽ കൈപിടിച്ച് കൂടെ നടന്ന ചിലർ അപരിചിതരായി, അറിയാത്തവരായി, കാണാത്തവരായി മാറിയപ്പോൾ അത് മുഖാന്തരം മനസ്സുമെടുത്ത് നിരാശയോടെ ആയിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ കൃപ ലഭിച്ചവനെന്ന് തിരിച്ചറിഞ്ഞതുപോലെ ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിന്നോട് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവനെ. നീ ചില ഹൃദയങ്ങളിൽ, ഓ സ്തോത്രം, നീ ചില വ്യക്തികൾക്ക് പിന്നെയും സുപരിചിതനായി മാറുവാൻ പോകുക. നിന്റെ ഭർത്താവിന് നീ സുപരിചിതയായി മാറുവാൻ പോകുക. നിന്റെ ഭാര്യയ്ക്ക് നീ സുപരിചിതനായി മാറുവാൻ പോകുക. നിന്റെ മക്കൾക്ക് നീ സുപരിചിതനായി മാറുവാൻ ഇന്നലകളിൽ കൂടെ ഉണ്ടാകുമെന്ന്, ഇന്നലകളിൽ കൂടെ കാണുമെന്ന് നീ പ്രതീക്ഷിച്ച ചില വ്യക്തികൾക്ക് അത് നീ സുപരിചിതനായി, ഇന്ന് അപരിചിതനായി, നീ ഇന്ന് അപരിചിതനായി മാറിയിരിക്കുന്നു. അവർക്ക് നിന്നെ വേണ്ടാത്തത് കൊണ്ട്, അവർ നിന്നെ അപരിചിതനെന്ന് എണ്ണിയത് കൊണ്ട് നീ അനുഭവിക്കുന്ന ചില ഇല്ലായ്മയുടെ, നീ അനുഭവിക്കുന്ന ചില നിരാശയുടെ അനുഭവങ്ങൾക്ക് ഇന്ന് ഈ വൈകിയവേളയിൽ എൻ്റെ കർത്താവ് പരിഹാരം യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. നാന്ദി കർത്താവേ. നോഹ കൃപ ലഭിച്ചവനായതുകൊണ്ട് വചനം പറയുന്നു അവൻ ദൈവത്തിന് സുപരിചിതൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ പല ആയിരം തലമുറകൾക്കിപ്പുറവും അവൻ സുപരിചിതൻ ആയിരിക്കുന്നു. ആമേൻ. ഒരു ദിവസം രാത്രി വെളുത്താൽ, ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അന്യനാകും, അവർക്ക് ഞാൻ അന്യയാകും. അവർ എന്നെ ഓർക്കത്തില്ല. അതേ, ഓ സ്തോത്രം, അവരെന്നെ ഓർക്കത്തില്ല എന്ന് വേദനയോടെ ഭാരത്തോടെ ചിന്തിച്ചായിരിക്കുന്നവരെ നോക്കി ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവർ മുറി അടച്ചതുകൊണ്ടോ, അവർ സംസാരിക്കാതെ ഇരുന്നത് കൊണ്ടോ, അവർ മിണ്ടാതിരുന്നത് കൊണ്ടോ, അവർ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ടോ, അവരുടെ ഹൃദയത്തിൽ നീ അപരിചിതയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അവർക്ക് അപരിചിതനാകുവാൻ കഴിയാത്ത വിധത്തിൽ കൃപ ലഭിച്ച നിന്നെ എൻ്റെ ദൈവം നിലനിർത്താം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ അനേക ലക്ഷം ഭക്തന്മാർ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ അനേക ലക്ഷങ്ങൾ ആമേൻ നോഹയെ തിരിച്ചറിയുന്നത്, ഇന്നും നോഹയെ ഹൃദയത്തിൽ സുപരിചിതനാക്കി വച്ചിരിക്കുന്നത്? കാരണം ഒരു വലിയ സമൂഹം മുഴുവനും നശിച്ചിട്ടും കൃപ ലഭിച്ച നോഹ നശിച്ചില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒരു വലിയ സമൂഹം മുഴുവൻ നശിച്ചിട്ടും, ഒരു വലിയ കൂട്ടം മുഴുവൻ നശിച്ചിട്ടും ദൈവത്തിന്റെ കൃപ ലഭിച്ചവൻ, അർത്ഥം ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ നശിച്ചില്ല. അങ്ങനെയെങ്കിൽ ചുറ്റും നശിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി എണ്ണത്തിന് നോക്കി നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടവൾ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ, നീ കൃപ ലഭിച്ചവൻ, നീ കൃപ ലഭിച്ചവൾ. നീ നശിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കരുത്. ഉയർന്നു പോകുന്ന ന്യായവിധിയുടെ വെള്ളത്തിൽ നീ മുങ്ങി താഴ്. ഓ റാധാന ഷക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഉയർന്നു പോകുന്ന ന്യായവിധിയുടെ വെള്ളത്തിൽ പലരും ഭയപ്പെടുന്നുണ്ട്. ദേശം മ്ലേച്ഛത കൊണ്ട് നിറയുമ്പോൾ, കുടുംബങ്ങൾ മ്ലേച്ഛത കൊണ്ട് നിറയുമ്പോൾ, വ്യക്തികൾ മ്ലേച്ഛത കൊണ്ട് നിറയുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ കൂട്ടമായി ഒപ്പമുള്ളവർ മാറുമ്പോൾ, അയ്യോ ദൈവമേ, ഇന്ന് കാണുന്ന കഷ്ടതകൾ, ഇന്ന് കാണുന്ന പ്രതിസന്ധികൾ ന്യായവിധിയുടെ തീമഴയായി എൻ്റെ മേൽ പെയ്തിറങ്ങുമോ? ന്യായവിധിയുടെ വെള്ളമായി ഭൂമി വിളർന്ന് മുകളിലേക്ക് ഉയരുമോ? ഞാനതിൽ മുങ്ങിത്താഴുമോ? ഭയപ്പാടോടെ ആയിരിക്കുന്നുവോ? കേൾക്ക്, നീ
ദൈവ ശബ്ദം കേട്ടവൾ ഒരു വെള്ളത്തിനും നിന്നെ മുക്കുവാൻ കഴിയത്തേ ഇല്ല. ന്യായവിധിയുടെ ഒരു തീക്കും നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തേ ഇല്ല. ഓ റീഥാന ശക റദരേ ശന്ധാരകന യേശുവിൻ നാമത്തിൽ ആ പൊങ്ങുന്ന വെള്ളത്തിൽ നശിച്ചു പോകുവാൻ, ആ ഉയർന്നു പൊങ്ങിയ വെള്ളത്തിൽ നശിച്ചു പോകുവാൻ ഇടവരാതെ വണ്ണം മോശയെ ശേഷിപ്പിച്ച ദൈവം. കാരണം വചനം പറയുന്നു മോശ കൃപ ലഭിച്ചവൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നോഹ കൃപ ലഭിച്ചവൻ. ഒരിക്കൽ കൂടി പറയട്ടെ, നോഹ ദൈവത്തിന്റെ കൃപ ലഭിച്ചവൻ. ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹ മുങ്ങിപ്പോകാതിരുന്നപ്പോൾ കൃപ ലഭിച്ച നോഹയുടെ കുടുംബം ഒപ്പം മുങ്ങാതിരുന്നുവെങ്കിൽ ആവർത്തിച്ച് ദൂത് പറയട്ടെ. ആമേൻ, സ്തോത്രം. നിന്റെ ദൈവം അവിശ്വസ്തനല്ല, വിശ്വസ്തനാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ലോകത്തിലെ ഒരു ന്യായാധിപനെ പോലെ അല്ല എൻ്റെ ദൈവം. ആമേൻ. ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ പോലെ അല്ല എൻ്റെ ദൈവം. അവൻ നിന്നോട് വിശ്വസ്തനാണ്. നോഹയോട് വിശ്വസ്തനായിരുന്നത് കൊണ്ട് തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ, തൻ്റെ മരുമക്കളെ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ച ദൈവം, ന്യായവതിയുടെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അവരെ പരിപാലിച്ച ദൈവം. അതേ, കേൾക്ക്, ആ ദൈവം നിന്റെ തലമുറകൾ, നിന്റെ കുടുംബം, നിനക്കൊപ്പമുള്ളവർ നീ നശിച്ചു പോകുവാൻ അനുവദിക്കത്തേ ഇല്ല. അതേ, നീ, നിനക്കൊപ്പമുള്ളവർ, നിന്റെ തലമുറകൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾ കേൾക്കുന്ന ശാപവാക്കുകളല്ല ദൈവത്തിന്റെ ന്യായവിധി. നിങ്ങൾ കേൾക്കുന്ന ആമേൻ കത്തുന്ന നരകം, തീ പൊയ്ക, ആമേൻ, സ്തോത്രം, അതവിടെ നിൽക്കട്ടെ. അവിടെ വീഴുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്റെ പ്രാർത്ഥന ഒരു പാനമായി നിന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി നോഹ നീതിമാനായിരുന്നത് കൊണ്ട്, നോഹ കൃപ ലഭിച്ചവനായതുകൊണ്ട്, ആമേൻ, ഉയർന്നു പൊങ്ങിയ വെള്ളത്തിൽ തന്റെ തലമുറകൾ മുങ്ങിപ്പോകുവാൻ എന്റെ ദൈവം അനുവദിച്ചതേ ഇല്ല. ആമേൻ, സ്തോത്രം. നോഹ കൃപ ലഭിച്ചവനാണ്. എങ്ങനെ അറിയുവാൻ കഴിയും? നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആമേൻ. നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, എന്തുകൊണ്ടാണ് നോഹ കേട്ട ദൈവത്തിന്റെ ശബ്ദം മക്കൾ കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നോഹ കേട്ട ദൈവത്തിന്റെ ശബ്ദം ഭാര്യ കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നോഹ കേട്ട ദൈവത്തിന്റെ ശബ്ദം മരുമക്കൾ കേൾക്കാത്തത്? അവർ പൊട്ടരായിരുന്നത് കൊണ്ടാണോ? ദൈവം ശബ്ദമില്ലാത്തവനായിരുന്നത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. വചനം പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം പേരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമത്രേ. അത് ചെകിടനെയും കേൾക്കുമാറാക്കുന്ന ശബ്ദമാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അത് ചെകിടനെയും കേൾക്കുമാറാക്കുന്ന ശബ്ദമാണ്. എന്നിട്ടും നോഹയുടെ മക്കൾ ആ ശബ്ദം കേട്ടില്ല. എന്നിട്ടും നോഹയുടെ ഭാര്യ ആ ശബ്ദം കേട്ടില്ല. എന്നിട്ടും മരുമക്കൾ ആ ശബ്ദം കേട്ടില്ല. അർത്ഥം, ദൈവത്തിന് നോഹയെ മതി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ ഒന്നിനെ മതി നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ. റാഥിയ ഷക, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിന്നെ ഒരുത്തന് മതി നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവത്തിന് രക്ഷപ്പെടുത്തുവാൻ. ദേശത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ മധ്യത്തിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകളെ രക്ഷപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് 100ന്റെ ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് 50ന്റെ ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് 20ന്റെ ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് 10ന്റെ ആവശ്യമില്ല. ദൈവ ശബ്ദം കേട്ട നീ മാത്രം മതി. നിന്നിലൂടെ നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. ആവർത്തിച്ച് ദൂത് കൈമാറട്ടെ. നിന്നിലൂടെ നിന്റെ ദേശം വിടുവിക്കപ്പെടും. നിന്നിലൂടെ നിന്റെ ബന്ധുക്കൾ വിടുവിക്കപ്പെടും. നിന്നിലൂടെ നീ അറിയുന്നവ ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കേൾക്കണമേ, സ്തോത്രം. അവർ പുതിയൊരു ഭൂമിയിലേക്ക്, അഥവാ അറാറത്തിന്റെ മുകളിലേക്ക് കാൽ വെച്ചതായി 8ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കേൾക്കണമേ, ഒപ്പമാരുമില്ല. ആമേൻ. കൃഷി, ആമേൻ, ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല. കുടുംബം ഒറ്റയ്ക്ക് കൊണ്ടുപോകുവാൻ ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് പാടാണ്. സമൂഹമില്ല, ഒപ്പമാരുമില്ല. കൃഷി ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യമല്ല. പർവ്വതത്തിന്റെ മുകൾ ഭാഗമാണ്. ഒറ്റയ്ക്ക് നിലമുഴണം, ഒറ്റയ്ക്ക് കണ്ടമൊരുക്കണം, ഒറ്റയ്ക്ക് വിതയ്ക്കണം, ഒറ്റയ്ക്ക് കൊയ്യണം. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. എന്നാൽ കേൾക്കണമേ, ആ പ്രശ്നത്തിലേക്ക് നോഹ ഇറങ്ങിപ്പോയി എന്ന് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. അവൻ പുതിയ കലപ്പ ഉണ്ടാക്കി എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. അവൻ സ്തോത്രം പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി ഭൂമി ആഴത്തിൽ ഇളക്കി മറിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. അവൻ 3-4 വിത്തുകൾ ചേർത്ത് പുതിയ വിത്തുണ്ടാക്കി വേഗത്തിൽ മുളപ്പിക്കാനും വേഗത്തിൽ കായ്പിക്കുവാനും പരീക്ഷണം നടത്തിയ
എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ഒരുമിച്ച് കുടുംബമായി പുതിയ കൃഷി രീതികൾ, നൂതനമായ കൃഷി രീതികൾ അവലംബിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നോഹയും കുടുംബവും ആമേൻ യാഗം കഴിച്ചു. ഓ സ്തോത്രം. നോഹയും കുടുംബവും തങ്ങൾക്ക് ഒരുക്കപ്പെട്ട പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന് യാഗം കഴിച്ചു. ഫലമോ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെട്ടു. ഓ സ്തോത്ര. തറയിൽ ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ഉയരത്തിൽ നിന്ന് ദൈവം അവർക്ക് നൽകി അവരെ മാനിച്ചു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ, സ്തുതി ഉയരുമെങ്കിൽ, സ്തോത്രം ഉയരുമെങ്കിൽ, നീ ആയിരിക്കുന്ന പർവ്വതത്തിന്റെ അനുഭവങ്ങളെ വിളനിലത്തിന്റെ അനുഭവമാക്കി മാറ്റുവാൻ നീ ആയിരിക്കുന്ന പർവ്വതത്തിന്റെ അനുഭവത്തെ വിളനിലമാക്കി മാറ്റുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. കേൾക്കണമേ, എടുത്ത് നിലം ഉഴുതു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓടിപ്പോയി വിത്തിനങ്ങൾ നോക്കി എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഓടുന്നവർ ഓടി തളർന്ന് ഇന്ന് ഈ ശബ്ദത്തിനൊപ്പം ആയിരിക്കുന്നുണ്ട്. അങ്ങനെ ഓടി ഒരുപാട് അധ്വാനിച്ചു നേടുവാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു പോയി നമുക്ക് മുൻപിൽ ചരിത്രമായി മാറിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, നോഹയും കുടുംബവും പുറത്തിറങ്ങിയ ഉടനെ ഒരു യാഗപീഠം പണിതു. ഒരു യാഗപീഠം പണിതു. അവർ യാഗം അർപ്പിച്ചു. വചനം പറയുന്നു, യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. സ്തോത്രം. നോഹയും കുടുംബവും ആമേൻ യാഗം കഴിച്ചപ്പോൾ, യാഗ സൗരഭ്യം ഉണർന്നപ്പോൾ ദൈവം യാഗത്തിന്റെ സൗരഭ്യത്തെ നുകരുകയുണ്ടായി. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഒറ്റയ്ക്കായിരിക്കുന്ന സ്ഥാനത്ത് ഒരുപക്ഷേ നീ ഒരാളായിട്ടായിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരായിട്ടായിരിക്കാം, ചെറിയൊരു കുടുംബമായിട്ടായിരിക്കാം, ചെറിയൊരു കൂട്ടായ്മയായിട്ടായിരിക്കാം. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നീ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ സൗരഭ്യം നുകരുന്ന ഒരു ദൈവം ഇന്ന് പകലിലും ജീവിക്കുന്നുണ്ട്. ആമേൻ. നിന്റെ പ്രാർത്ഥന ഒരുപക്ഷെ ലോകത്തിന് അപമാനമായിരിക്കാം. നിന്റെ കണ്ണുനീർ ഒരുപക്ഷെ ലോകത്തിന് നിന്ദയായിരിക്കാം, പരിഹാസമായിരിക്കാം, കളിയാക്കലുകളായിരിക്കാം. എന്നാൽ വചനം പറയുന്നു, ദൈവം യാഗ സൗരഭ്യം നുകർന്നു. നിങ്ങൾ കേൾക്കണമേ. 8-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. കേൾക്കുക. ആമേൻ. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, യാഗമായി അർപ്പിക്കപ്പെട്ടത് എന്താണ്? ചില ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികൾ യാഗമായി അർപ്പിക്കപ്പെട്ടു. ജീവികൾ യാഗമായി അർപ്പിക്കപ്പെട്ടു. പറവകൾ യാഗമായി അർപ്പിക്കപ്പെട്ടു. തീയിൽ മാംസം വേകുന്ന സ്തോത്രം, ആ സ്മെൽ, ആ സ്തോത്രം, ആ ഗന്ധം. ആമേൻ. പണ്ട് കാലത്ത് ആമേൻ സ്തോത്രം ഒരു വിവാഹം ആൾക്കാർ സ്തോത്രം മരണാനന്തര കർമ്മം ചെയ്യുന്നത് സ്തോത്രം ശരീരത്തെ ദഹിപ്പിച്ചിട്ടാണ്. ചന്ദനമുട്ടിയിൽ വച്ചിട്ടല്ല, മറ്റു സുഗന്ധ തൈലങ്ങൾ ഉപയോഗിച്ചിട്ടല്ല, വെറും വിറകുകൊണ്ട് ആമേൻ തൊണ്ടുകൊണ്ട് ചാണകം കൊണ്ടൊക്കെ ആമേൻ സ്തോത്രം ദഹിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആ സ്മെൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പണ്ട് ആമേൻ കിലോമീറ്ററുകളോളം ഒരു മരണം നടന്ന് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്മെല്ല് വരും. ആമേൻ. വളരെ വളരെ കാഠിന്യമുള്ള, വളരെ സ്തോത്രം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയും? മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത്രമാത്രം അറപ്പുളവാക്കുന്ന ഗന്ധം. ആമേൻ സ്തോത്രം. മാംസം കത്തുമ്പോഴുള്ള ഗന്ധം. ആമേൻ. മാംസം അൽഫാമാകുമ്പോഴുള്ള ഗന്ധമല്ല, മാംസം ഗ്രിൽഡ് ചിക്കൻ ആകുമ്പോഴുള്ള ഗന്ധമല്ല, മാംസം കത്തുമ്പോഴുള്ള ഗന്ധം, ദുർഗന്ധം. എന്നാൽ വചനം പറയുന്നു, ആ ദുർഗന്ധത്തെ സൗരഭ്യമായി നുകർന്നൊരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നിനക്കൊപ്പമുള്ളവർക്ക് ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥന ദുർഗന്ധമായിരിക്കാം. അവർക്ക് അയ്യേ എന്ന് പറയുവാനുള്ള ഒരു കാരണമായിരിക്കാം. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും നിന്നെ പരിഹസിക്കുവാനുള്ള കാരണമായിരിക്കാം. നിന്റെ ഇടറിയ ശബ്ദം, നിന്റെ തളർന്ന കാലുകൾ, നിന്റെ വിറയ്ക്കുന്ന അധരങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക്
നിന്നെ കളിയാക്കുവാനും പരിഹസിക്കുവാനുമുള്ള കാരണങ്ങളോ മുഖാന്തരങ്ങളോ ആയി മാറിയേക്കാം. എന്നാൽ കേൾക്ക്, നീ ദൈവസന്നിധിയിൽ വീഴ്ത്തുന്ന ഓരോ തുള്ളി കണ്ണുനീരും സുഗന്ധമായി കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇടറുന്ന കാലുകൾ മുട്ടിൽ മടക്കി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സുഗന്ധമായി കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇടറിയ ശബ്ദത്തെ സൗരഭ്യമായി കാണുന്ന ഒരു ദൈവമുണ്ട്. കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, തളർന്ന പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന സുഗന്ധമായി സൗരഭ്യമായി നുകരുന്ന ഒരു ദൈവമുണ്ട്. അതേ, നിന്റെ പ്രാർത്ഥന സുഗന്ധമായി സൗരഭ്യമായി സുഗന്ധമായി സൗരഭ്യമായി അത് ലോകത്തിന് നാട്യമായിരിക്കാം. ഹല്ലേലൂയ. അത് ലോകത്തിന് നാറ്റമായിരിക്കാം, അത് മനുഷ്യർക്ക് നാറ്റമായിരിക്കാം, അത് മറ്റുള്ളവർക്ക് നിന്നെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനുമുള്ള ഉപാധിയായിരിക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, ആ നാറ്റത്തെ ദൈവം സൗരഭ്യമായി നുകർന്നു. കേൾക്കണമേ, ആ നാറ്റത്തെ ദൈവം സൗരഭ്യമായി നുകർന്നപ്പോൾ 21-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു തീരുമാനം അറിയിക്കുകയാണ്. ആമേൻ. ഇനി നശിപ്പിക്കുകയില്ല, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ദൈവം ആമേൻ തന്റെ തീരുമാനത്തെ മാറ്റുന്നു. ആമേൻ. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്കറിയാം ചെയ്ത പാപത്തിന്റെ ശിക്ഷ, കടന്നുപോയ വഴികളിൽ ആമേൻ ചെയ്തു പോയതുകൊണ്ട്, പ്രവർത്തിച്ചു പോയതുകൊണ്ട് ശിക്ഷാവിധിയിൽ ന്യായവിധിയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, അവൻ ചെയ്തതിന്റെ ഫലം, അവർ ചെയ്തതിന്റെ ഫലം, അവർ നടന്നതിന്റെ ഫലം, അവർ ഇത് അനുഭവിക്കുവാൻ പോകുന്നു. നീ കരയുന്നുണ്ടല്ലോ, ഓ സ്തോത്രം, നിന്റെ സ്തോത്രം പ്രാർത്ഥനയെ ദൈവം സൗരഭ്യമായി നുകർന്ന് ചിലതിനെ നശിപ്പിക്കത്തില്ല എന്ന്, നശിച്ചു പോകുമെന്ന് നീ കരുതി കരയുന്ന ചിലതിനെ നശിപ്പിക്കത്തില്ല എന്ന് ഇന്ന് ഈ പകലിൽ എൻ്റെ ദൈവം ഉറപ്പ് തരിക. ഇനി അവൻ നശിപ്പിക്കത്തില്ല. കരയുന്ന നിന്റെ തലമുറയെ എൻ്റെ ദൈവം നശിപ്പിക്കത്തില്ല. കരയുന്ന നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവം നശിപ്പിക്കത്തില്ല. കരയുന്ന നിന്റെ ശരീരത്തെ എൻ്റെ ദൈവം നശിപ്പിക്കത്തില്ല. കരയുന്ന നിന്റെ ജീവിതത്തെ എൻ്റെ ദൈവം നശിപ്പിക്കത്തേ ഇല്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ലോകത്തിന് നാറ്റമായത് സൗരഭ്യമായി നുകർന്ന ദൈവം തന്റെ തീരുമാനം മാറ്റുന്നു. ആവർത്തിച്ച് സന്തോഷത്തോടെ പറയട്ടെ, പ്രാർത്ഥന തീരുമാനങ്ങളെ മാറ്റും. ആമേൻ. സ്തോത്രം. പ്രാർത്ഥന തീരുമാനങ്ങളെ മാറ്റും. നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരു വല്ലാത്ത ഉന്മാദ അവസ്ഥയിലെത്തുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഈ ആധുനിക ലോകത്ത് ഒരു വിശ്വാസി ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ശബ്ദം പ്രവചന ശബ്ദമാണ്. പ്രവചന ശബ്ദങ്ങൾ അവൻ നല്ലതാണ്, എന്നാൽ ഒരു വിശ്വാസി അത് അവൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഓ, പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ പേര് പെരുമ പ്രശസ്തിയുള്ള ഒരു പ്രവാചകൻ പ്രവചിച്ചാൽ നമ്മൾ ഉള്ളം കൊണ്ട് കുതിക്കും, തുള്ളും, ചാടും, എല്ലാം ശരിയായി എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ കേൾക്കണമേ, വിശുദ്ധ വേദ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമം രേഖപ്പെടുത്തിയതിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും മാറ്റി നിർത്തിയാൽ ഏറ്റവും ശക്തനായ പ്രവാചകൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏലിയാവാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. ഞാൻ പറയും നോ, ഏലിയാവല്ല. പിന്നെയും സംശയം വരാം, ഏലിയാവല്ലെങ്കിൽ ഇരട്ടി പ്രാപിച്ച എലീശയാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയും അത് യെശയ്യാവാണ്. ആമേൻ. സ്തോത്രം. ആവർത്തിച്ചു പറയട്ടെ, അത് യെശയ്യാവാണ്. നിങ്ങൾ ചോദിക്കുക, എന്താണ് യെശയ്യാ പ്രവാചകൻ ഇത്രമാത്രം പ്രത്യേകത? യെശയ്യാവ് തീ ഇറക്കിയിട്ടുണ്ടോ? യെശയ്യാവ് ഓ സ്തോത്രം ആമേൻ ഏലിയായും എലീശായും ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിച്ചിട്ടുണ്ടോ? അത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? യെശയ്യാവിന്റെ അത്ഭുതം എന്തെന്ന് നിങ്ങൾ രാവിലെ കേട്ടതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കുവാൻ പോകുന്ന ആ ബലിയെക്കുറിച്ച് മനോഹരമായി ഈ വിധത്തിൽ പ്രവചിച്ച മറ്റൊരു പ്രവാചകനില്ല. ആമേൻ. സ്തോത്രം. ഇതുപോലെ യേശുവിന്റെ പീഡാനുഭവം വരച്ചു കാട്ടിയ മറ്റൊരു പ്രവാചകനില്ല. അവനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ഇല്ല. ആമേൻ. ആ യെശയ്യാവ്, അതേ യെശയ്യാവ് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഹിസ്കിയാവിന്റെ രാജധാനിയിലേക്ക് കടന്നു ചെന്ന് താൻ ദൈവത്തിൽ നിന്ന് കേട്ട ആലോചനയെ ഹിസ്കിയാവിനോട് അറിയിച്ചു. ഹിസ്കിയാവേ, നിന്റെ മരണം അടുത്തിരിക്കുന്നു, നിന്റെ ഗ്രഹ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. ശ്രദ്ധിക്കണമേ, അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹിസ്കിയാവേ, നിന്റെ ഗ്രഹ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നിന്റെ ഗ്രഹ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. ആമേൻ. ആരാണ് പറഞ്ഞത്? പ്രവാചക ശ്രേഷ്ഠൻ, ശക്തനായ പ്രവാചകൻ. ഇതുപോലൊരു പ്രവാചകൻ വേറെ ഉണ്ടോ എന്ന് ചിന്തിക്കും വിധത്തിൽ ശക്തനായ പ്രവാചകൻ പ്രവചിച്ചു പറയുന്നു, ഹിസ്കിയാവേ, നിന്റെ ഗ്രഹ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക, നിന്റെ ഗ്രഹ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക. ആമേൻ. സ്തോത്രം. നോക്കൂ,
പെട്ടെന്ന് ഒരു മാത്ര കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം, ആ പറഞ്ഞതിന് അപ്പുറം അതിനകത്ത് എന്തെങ്കിലും മറച്ചു വയ്ക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ? നോക്കൂ, 20-ാം അധ്യായം 1-ാമത്തെ വാക്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിൽ ആക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് സ്തോത്രം അരുളി ചെയ്തു, അല്ലെങ്കിൽ എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉള്ളം തകർന്നു പോകുന്ന ഒരു പ്രവചന ശബ്ദം. ഇതുപോലൊരു പ്രവചന ശബ്ദം പ്രവാചകന്മാരിൽ നിന്ന് മാത്രം കേൾക്കണമെന്നില്ല. നല്ലതുപോലെ നിങ്ങൾ അറിയുന്ന ഒരാൾ പറഞ്ഞാൽ മതി, അവൻ രക്ഷപ്പെടത്തില്ല, അവൾ രക്ഷപ്പെടത്തില്ല. ഒരു ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി, നീ രക്ഷപ്പെടത്തില്ല, നിനക്ക് നീ അധികം ആയുസില്ല, നിന്റെ ജീവിതം നന്നായിരിക്കത്തില്ല. നിങ്ങളെ നന്നായി അറിയുന്നവർ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് പറഞ്ഞാൽ മതി, നിന്റെ ജീവിതം തുലഞ്ഞു, നിന്റെ ജീവിതം നശിച്ചു. ആമേൻ. ചില വാക്കുകൾ പ്രവചന വാക്കുകൾ പോലെ ആമേൻ കേൾക്കുന്നതിൻ്റെ കഠിനതയ്ക്കൊത്തവണ്ണം നമ്മുടെ ഹൃദയത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. തകർന്നു പോകുമായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ തകർന്നു പോകുമായിരുന്ന പ്രവചന വാക്ക്. എന്നാൽ ബൈബിൾ പറയുന്നു, ആമേൻ സ്തോത്രം, നോക്കൂ, ഹിസ്കിയാവ് ആ വാക്ക് കേട്ട ഉടനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചുമരിന് നേരെ തൻ്റെ മുഖം തിരിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നോക്കൂ, സ്തോത്രം, അറാറത്ത് പർവ്വതത്തിന് മുകളിൽ നിന്നുയർന്ന നാറ്റം വെച്ചതിൻ്റെ മറ്റൊരു നാറ്റം വെച്ച യാഗം ഹിസ്കിയാവിൻ്റെ രാജധാനിയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു യാചകനല്ല, ഒരു പടയാളിയല്ല, ഒരു സ്തോത്രം രാജധാനിയിൽ ഒരു ജോലിക്കാരനല്ല. ആ രാജ്യത്തിലെ സർവശക്തനായ രാജാവ് നിലവിളിക്കുകയാണ്. വചനം പറയുന്നു, അവൻ ഏറ്റവും കരഞ്ഞു. അവൻ ഏറ്റവും കരഞ്ഞു. എത്രത്തോളം കരഞ്ഞു എന്ന് അത് മുമ്പിൽ നിന്ന് കാണുന്നവരുടെ മുഖത്ത് നോക്കി തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ പുറം തിരിഞ്ഞ് ഏറ്റവും കരഞ്ഞു. ആമേൻ. കണ്ടവരൊക്കെ കളിയാക്കി കാണും, അയ്യേ ഇവനാണ് ഒരു രാജാവ്. മരണം വന്നെന്ന് പറഞ്ഞപ്പോൾ ഇതാ പട്ടി കരയുന്നത് പോലെ കരയുന്നു. ഒരു പ്രശ്നം വന്നെന്ന് കണ്ടപ്പോൾ ഇതാ ഒരു പട്ടിയെ പോലെ കിടന്ന് മൂങ്ങുന്നു. എന്താണ് ഇവന് നാണമില്ലേ? ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇവനെയാണല്ലോ ഞങ്ങൾ രാജാവെന്ന് വിളിച്ചത്. ആമേൻ. പലപ്പോഴും ഹൃദയം തകർന്ന് കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, പലപ്പോഴും ലോകം നിന്നെ നോക്കി പറയും, ആമേൻ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ആമേൻ, ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? ഇവനൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്ര ശക്തിയില്ലാത്തവരാണോ? എന്ത് വന്നാലും നേരിടുവാനുള്ള കരുത്തില്ലാത്ത ഇവനൊക്കെയാണോ ഇവളൊക്കെയാണോ? ആമേൻ സ്തോത്രം. നാറ്റം വയ്ക്കുമാറാകുന്ന അവസ്ഥ. എന്നാൽ കേൾക്കണമേ, രാജധാനി മുഴുവൻ, ഒരു പക്ഷേ കൊട്ടാരത്തിനകത്തും പുറത്ത്, ആമേൻ സ്തോത്രം, ഹിസ്കിയാവിന്റെ കണ്ണുനീർ നാറ്റത്തിന് കാരണമായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ ആ കണ്ണുനീർ, ആമേൻ, സൗരഭ്യത്തിന് കാരണമായി മാറി. ആമേൻ. ആ കണ്ണുനീർ സ്വർഗത്തെ പ്രസാദിപ്പിച്ചു, പ്രവചനത്തെ മാറ്റി. ആമേൻ. പ്രാർത്ഥന, നീ കേട്ട പ്രവചന ശബ്ദങ്ങളെ റദ്ദ് ചെയ്യും. ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ കേട്ടത്, ഹൃദയവേദനയോടെ നീ കേട്ടത് ഇനി ശരിയാകത്തില്ല, ഇനി നേരെയാകത്തില്ല, ഇനി നന്നാകത്തില്ല, ഇനി ഒന്നും പഴയതുപോലെ ആകത്തില്ല. നീ കേട്ട ചില വാക്കുകളെ റദ്ദ് ചെയ്യും വിധത്തിൽ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കേട്ട ചില പ്രവചന ദൂതുകളെ നീ നശിക്കും. ആമേൻ. നീ മുടിഞ്ഞു പോകും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. ആ വാക്കുകൾ പറഞ്ഞവരുടെ മുഖം നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ മുഖത്ത് നിങ്ങൾക്ക് നീണ്ട വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കാണുവാൻ കഴിയും. അവർ തന്നെ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പലപ്പോഴും വിളമ്പിയിട്ടുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ജീവിച്ചവനാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചവനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ഒരാളെ കാണുമ്പോൾ അറിയാം. എല്ലാവരും രക്ഷപ്പെടും, നീ മാത്രം രക്ഷപ്പെടത്തില്ല. ആമേൻ. നീ മാത്രം രക്ഷപ്പെടത്തില്ല. ആമേൻ. സ്തോത്രം. ഒരു പക്ഷേ അവർ നിന്റെ ഇന്നലകളെ വിശകലനം ചെയ്തതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. നീ രക്ഷപ്പെടത്തില്ല. നീ കേട്ട വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുവോ? കേൾക്ക്. ആ കേട്ട വാക്കുകളെ മാറ്റുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ മുമ്പിൽ മാറാത്തൊരു വാക്കില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ, ആമേൻ, മാറിപ്പോകാത്തൊരു പ്രവചന ശബ്ദമില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ നീങ്ങിപ്പോകാത്തൊരു ശാപമില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ മാറിപ്പോകാത്തൊരു പാപമില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ തകർന്നു വീരാത്ത പിശാചിന്റെ കോട്ടകൊത്തളങ്ങൾ
കവാടങ്ങളില്ല, പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കപ്പെടാത്ത സ്വർഗങ്ങളില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ മുമ്പിൽ ഹിസ്കിയാവിന് ആയുസ്സിനെ നീട്ടിക്കൊടുത്ത ദൈവം നിന്റെ ആയുസ്സിനെ നീട്ടി തന്ന് റാധിയ ശഖ റദരെ ശന്ധാരകന ധീപരബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ ലോകം വെച്ച ചില ഫുൾ സ്റ്റോപ്പുകൾക്ക് എൻ്റെ ദൈവം ആരതി വരുത്തും. ആമേൻ. ചില അസ്വസ്ഥതകൾ വരുമ്പോൾ, ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തിന്റെ അറിവ് വെച്ചിട്ട് പറയും തീർന്നു, അവസാനിച്ചു, അവസാനിച്ചു. എന്നാൽ ബൈബിൾ പറയുന്നു ഹിസ്കിയാവിന്റെ കരഞ്ഞ പ്രാർത്ഥിച്ച ഹിസ്കിയാവിന്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരത്തെ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്ത ദൈവം ഈ രാത്രിയിലും അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ ആയുസ്സിനോടുകൂടെ ഓ റീദാര ശഖ റദരെ ശന്ധാരകന നിന്റെ ആ വീട്ടിലെ ഭരണം തീർന്നു എന്ന്, നിന്റെ ആ വീട്ടിലെ താമസം തീർന്നു എന്ന്, നിന്റെ സ്വസ്ഥത തീർന്നു എന്ന്, ഇനി എനിക്ക് പഴയതുപോലെ സന്തോഷമായി ഇതിനകത്ത് കഴിയുവാൻ കഴിയത്തില്ല എന്ന് നീ ഭാരത്തോടെ ആയിരിക്കുന്നു. കേൾക്ക്, എക്സ്റ്റെൻഡ് ചെയ്തു തരുന്ന ഓ റീദാര ശഖ റദരെ ശന്ധാരകന യെശയ്യാവെന്ന പ്രവാചകന്റെ വാക്കുകളെ പ്രാർത്ഥന റദ്ദ് ചെയ്തുവെങ്കിൽ, ഹല്ലേലൂയ, ചില ശക്തന്മാരുടെ വാക്കുകളെ, ചില കരുത്തന്മാരുടെ വാക്കുകളെ പ്രാർത്ഥന റദ്ദ് ചെയ്യും, പ്രാർത്ഥന റദ്ദ് ചെയ്യും. ആമേൻ, സ്തോത്രം, എക്സ്റ്റെൻഡ് ചെയ്യും. ഓ സ്തോത്രം, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ദൈവം. ആമേൻ, സ്തോത്രം. ഒന്നും തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. ലോകം പറയും തീർന്നു, ലോകം പറയും എല്ലാം അവസാനിച്ചു, ലോകം പറയും ഇതുവരെ ഉള്ളൂ. ആമേൻ, സ്തോത്രം. ആവർത്തിച്ചു പറയട്ടെ, ലോകം പറയുന്ന വാക്കുകളെ പഴങ്കഥയാക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം പറയുന്ന വാക്കുകളെ വെറും വാക്കാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്റെ യാഗം അത് വെറുതെയല്ല, നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, നീ കരയുന്നത് വെറുതെയല്ല, നീ നിലവിളിക്കുന്നത് വെറുതെയല്ല. നിന്റെ നിലവിളിയുടെ ശബ്ദം നിന്റെ ഭാര്യയ്ക്ക് പോലും വേണ്ടാത്ത, നിന്റെ ഭർത്താവിന് വേണ്ടാത്ത, നിന്റെ മക്കൾക്ക് വേണ്ടാത്ത, നിന്റെ ദേശവാസികൾക്ക് വേണ്ടാത്ത, നിന്റെ സഭയ്ക്ക് വേണ്ടാത്ത, ആമേൻ, സ്തോത്രം, നിന്റെ നിലവിളിയുടെ ശബ്ദം സൗരഭ്യമായി നുകരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. എന്റെ ദൈവം നിന്റെ സ്തോത്രം നിലവിളിയുടെ ശബ്ദത്തെ സൗരഭ്യമായി നുകരുക തന്നെ ചെയ്യും. ശ്രേഷ്ഠനാണ് യെശയ്യാവെന്ന പ്രവാചകൻ. യേശുവിനെ കുറിച്ച് ഇത്രമാത്രം ഒരു വള്ളി പുള്ളി തെറ്റാതെ പ്രവചിക്കുവാൻ കഴിഞ്ഞവനാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അവൻ തോറ്റുപോയി. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ദേശത്തിലെ പ്രവാചകന്മാർ തോറ്റുപോകും. ആമേൻ, താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുന്ന നിന്റെ മുൻപിൽ ആമേൻ അഭിഷിക്തന്മാർ തോറ്റുപോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ സ്തോത്രം മുൻപിൽ രോഗങ്ങൾ തോറ്റുപോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ തോറ്റുപോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ പിശാച് തോറ്റുപോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ തോറ്റുപോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുൻപിൽ, പ്രാർത്ഥിക്കുന്ന നിന്റെ മുൻപിൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച ആമേൻ ശൂശൻ രാജധാനിയിലെ യഹൂദന്മാർക്ക് മുമ്പിൽ ഒരുക്കപ്പെട്ട കഴുമരം പൊസിഷൻ മാറിയെങ്കിൽ യേശുവിൻ നാമത്തിൽ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില കഴുത്തുകൾ മാറുക. ആമേൻ, സ്തോത്രം. കുടുക്ക് വീഴേണ്ട കഴുത്തുകളുടെ പൊസിഷൻ മാറുക. ആ കുടുക്ക്, ആമേൻ, ആ കുടുക്ക് എന്റെ തലമുറയിൽ വീഴും, ആ കുടുക്ക് എന്റെ കുടുംബത്തിൽ വീഴും. ഓ റാദിയാന ശഖ. ചില കുടുക്കുകൾ, ആമേൻ, ഹല്ലേലൂയ, ചില കുടുക്കുകൾ, ആമേൻ, സ്തോത്രം. കുടുക്കുണ്ടാക്കുന്ന ഹാമാൻ അറിയത്തില്ല, ഹാമാന്റെ കരവിരുതുകൾ ഉണ്ടാക്കപ്പെടുന്ന ആ കുടുക്കിന് അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം ശൂശനിലുണ്ട്. ഓ പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം, ഉപവസിക്കുന്ന ഒരു ജനവിഭാഗം ശൂശനിലുണ്ട്. നിന്റെ കുടുക്കിന് വീഴുവാൻ പറ്റിയ കഴുത്തുകൾ ഓ റീദാരാ ശഖ ശൂശനിലില്ല എന്ന്, ശൂശനിലില്ല എന്ന് ഓ റീദാരാ ശഖ റദരെ ശന്ധാരകന ഇന്ന് പകലും വിളിച്ചു പറയട്ടെ. ചില കുടുക്കുകൾ, ചില കുടുക്കുകൾ, ആ കുടുക്കുകൾ ലക്ഷ്യം വയ്ക്കുന്ന ചില കഴുത്തുകൾ മാറിപ്പോവുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഈ വൈകകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്, ഉപവസിക്കുവാൻ തുടങ്ങ്. ഒരുക്കപ്പെടുന്ന ചില കുരുക്കുകളുണ്ട്. ആമേൻ. ചില ഹാമാന്മാരാൽ ഒരുക്കപ്പെടുന്ന ചില കുരുക്കുകളുണ്ട്. മൊർദെഖായിയുടെ കഴുത്തളവിന് ഒരുക്കപ്പെട്ട കുരുക്കുണ്ട്. ആമേൻ. ശൂശാനെ കലക്കി മറിച്ചുകൊണ്ട്, ആമേൻ, സ്തോത്ര, ജനത്തിന്റെ കണ്ണുനീരായി മാറുവാൻ തക്കവണ്ണം മൊർദെഖായിക്ക് വിരോധമായി ഒരുക്കപ്പെട്ട ചില കുരുക്കിന്റെ അനുഭവങ്ങൾ. ഇതിനകത്ത് ചില കുരുക്കുകൾ, ചില
കഴുത്തുകളുടെ അളവെടുത്ത് തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില കുരുക്കുകൾ യേശുവിൻ നാമത്തിൽ ആ കുരുക്കുകൾ മെനഞ്ഞവരുടെ കഴുത്തിന്റെ അളവെടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആരാണോ നിനക്ക് വിരോധമായി കുരുക്കുകളെ ഉണ്ടാക്കുന്നത്, ആരാണോ നിന്നെ കുരുക്കിക്കളയുവാൻ, ആരാണോ നിന്നെ കുരുക്കുവാൻ തകർക്കുവാൻ തക്കവണ്ണം ശൂഷൻ രാജധാനിയെ കലക്കി മറിച്ചതുപോലെ പുറത്തു പറയുന്നില്ല എങ്കിൽ ഉള്ളത്തിനകത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് പോലെ, ആ കൊടുങ്കാറ്റിൽ പിടിക്കപ്പെട്ട തിരമാല ഉയർന്നു പൊങ്ങുന്നത് പോലെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. മൊർദെഖായി എസ്തേറിനോട് വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്. ആമേൻ, സ്തോത്രം. എസ്തേറേ, നീ എഴുന്നേറ്റില്ലെങ്കിൽ യഹൂദന്മാർക്ക് രക്ഷ മറ്റു പല സ്ഥാനത്ത് നിന്നും വരും, പക്ഷേ നിന്റെ കാര്യം അവതാളത്തിലാകും. ഇന്ന് ഈ സമയം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ആമേൻ, ഉപവസിക്കുവാൻ തുടങ്ങ്. ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുക്ക്. യേശുവിൻ നാമത്തിൽ ചില കുടുക്കുകളെ എൻ്റെ ദൈവം സെറ്റാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില കുടുക്കുകളെ ദൈവം കഴുത്തു മാറ്റുക. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. അത് മൊർദെഖായിയുടെ കഴുത്തളവിനെടുത്ത കുരുക്കാണ്. ആമേൻ. ഇന്നത്തെ കാലത്തല്ല, പണ്ട് വധശിക്ഷ, തൂക്കിക്കൊല്ലുക എന്ന ശിക്ഷ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്ററിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരാളിനെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി ആമേൻ കുരുക്ക് റെഡിയാക്കുന്നത്. ആദ്യം ആ ആളിൻ്റെ പൊക്കമുള്ള വെയിറ്റ് എടുക്കും, എന്നിട്ട് ആ വെയിറ്റിൽ ഒരു ഡമ്മി ഉണ്ടാക്കും, എന്നിട്ട് ആ ഡമ്മിയെ തൂക്കി നോക്കും. അദ്ദേഹത്തിൻ്റെ അളവിനും തൂക്കത്തിനും അനുസരിച്ചുള്ള ഒരു ഡമ്മി ഉണ്ടാക്കി അവനെ തൂക്കി നോക്കി അവൻ ചില മണിക്കൂറുകൾ നിൽക്കും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ, ഒരു വിധത്തിലും രക്ഷപ്പെടത്തില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആമേൻ, സ്തോത്രം, പ്രതിയെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ തൂക്കിക്കൊല്ലുവാൻ ആ കുടുക്കിനകത്ത് തല വയ്ക്കത്തുള്ളൂ. അவ்விധത്തിൽ തന്നെ പ്ലാൻ ചെയ്ത് ആമേൻ, സ്തോത്രം, അவ்விധത്തിൽ തന്നെ ആ സ്തോത്രം വളരെ ആലോചിച്ച് ആമേൻ, സ്തോത്രം, കഴുത്തിന്റെ അളവെടുത്ത് ഒരുക്കിയ ചില കുരുക്കുകളെ യേശുവിൻ നാമത്തിൽ ആമേൻ, യഹൂദന്റെ മേൽ ആമേൻ ആ കുരുക്ക് വീഴത്തില്ല. തുടക്കത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സ്തുതിച്ചു തുടങ്ങ്. യഹൂദ സ്തുതിക്കും, സ്തുതിക്കുന്നവന് മേൽ ആമേൻ കുരുക്ക് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്ക്, ദൈവസന്നിധിയിൽ ഉപവസിക്ക്. ചില കുരുക്കുകളിൽ നിന്റെ ജീവിതം തൂങ്ങിപ്പോകുവാൻ, ചില കുരുക്കുകളിൽ നിന്റെ കുടുംബം തൂങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം. Thank you Lord. Hallelujah. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. Hallelujah. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, സ്തോത്രം. കുടുക്കിനെ ഭയമില്ല, പ്രാർത്ഥനയ്ക്ക് ഹാമാനെ ഭയമില്ല, പ്രാർത്ഥനയ്ക്ക് ആമേൻ അർത്ഥക്ഷ രാജാവിനെ ഭയമില്ല, പ്രാർത്ഥനയ്ക്ക് സിംഹക്കുഴിയെ ഭയമില്ല, പ്രാർത്ഥനയ്ക്ക് ആമേൻ, സ്തോത്രം, തീച്ചൂളയെ ഭയമില്ല, പ്രാർത്ഥനയ്ക്ക് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഭയമില്ല. കാരണം ആ പ്രാർത്ഥന ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പ്രാർത്ഥന ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് സാഹചര്യങ്ങളെ മാറ്റുവാനും അവസ്ഥകളെ മാറ്റുവാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഈ രാത്രിയിലും നീ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ കേൾക്കണമേ, നിന്റെ പ്രാർത്ഥന ചെന്നെത്തുന്ന സ്ഥലത്ത്, നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് നീ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ലതൊന്നും കാണുവാൻ കഴിഞ്ഞേൽക്കത്തില്ല. പ്രത്യേകിച്ച് ആമേൻ, സ്തോത്രം, പ്രതീക്ഷ വയ്ക്കുന്നതൊന്നും കാണുവാൻ കഴിയണമെന്നില്ല. എന്നാൽ കേൾക്ക്, നിന്റെ പ്രാർത്ഥന ചെന്നെത്തുന്ന ഒരു ദൈവത്തെ, ചെന്നെത്തുന്ന സ്ഥാനത്ത് സ്പെഷ്യലായ ഒരുവനുണ്ട്, പ്രത്യേകതകളുള്ള ഒരുവനുണ്ട്, നിത്യകരമുണ്ട്, ബലമുള്ള ഭുജം കൊണ്ട് തൻ്റെ ജനത്തെ 430 വർഷം അടിമയാക്കി വെച്ച ജനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നിടത്ത് ഇരിപ്പുണ്ട്. രാജാക്കന്മാരുടെ തീരുമാനങ്ങൾ അവൻ മാറ്റും, ന്യായാധിപന്മാരുടെ തീരുമാനങ്ങൾ അവൻ മാറ്റും, നിയമങ്ങളെ അവൻ നിനക്ക് വേണ്ടി മാറ്റി എഴുതും. യേശുവിൻ നാമത്തിൽ ഈ സമയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ തീരുമാനത്തെ അവൻ മാറ്റും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അധികാരികളുടെ തീരുമാനത്തെ മാറ്റും, ചില വ്യക്തികളെടുത്ത തീരുമാനം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ
നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. യേശുവിൻ നാമത്തിൽ വേഗത്തിൽ തിരികെ വരട്ടെ. നോക്ക്, നോഹ ആമേൻ സ്തോത്രം യാഗം കഴിച്ചു. നോഹ യാഗം കഴിച്ചു. വചനം പറയുന്നു 8-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം ഭൂമിയുള്ള കാലത്തോളം സ്തോത്രം ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല, തീർന്നില്ല. 9-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം പിന്നെയും നോഹയും അവന്റെ കുടുംബവും കേൾക്കുകയാണ്. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൻ, നിങ്ങളെയുള്ള പേടിയുള്ള നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ സകല പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം. കൊയ്തത് കൊണ്ടല്ല, അറാറത്തിന് മുകളിൽ കൊയ്ത്തെടുക്കുവാൻ വിതച്ചത് കൊണ്ടല്ല, അറാറത്തിന് മുമ്പിൽ കൊയ്ത്ത് ഒരുക്കപ്പെട്ടത് യാഗം കഴിച്ചത് കൊണ്ട്. ആമേൻ. നീ വിതച്ചിട്ട് കൊയ്യുവാൻ കഴിയാത്തത് നീ പ്രാർത്ഥിച്ചാൽ കൊയ്യും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ വിതച്ചിട്ട്, നീ ഒരുപാട് അധ്വാനിച്ചിട്ട്, നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, നീ ഒരുപാട് ഓടിയിട്ട് നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുക. സ്വർഗം തുറക്കുക. യേശുവിൻ നാമത്തിൽ നോഹയുടെ ആമേൻ യാഗത്തെ സൗരഭ്യമായി നുകർന്ന ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്തോത്രം അറാറത്തിന് മുകളിൽ കൊയ്തെടുക്കുവാൻ, അറാറത്തിന് മുകളിൽ കൊയ്ത് കൂട്ടുവാൻ തക്കവണ്ണം കളപ്പുരയുടെ അനുഭവങ്ങൾ ഒരുക്കിയെങ്കിൽ ഈ രാത്രി സ്തുതിക്കുന്ന നിന്റെ കളപ്പുരയുടെ അനുഭവങ്ങൾ നിറയുക. ഈ രാത്രി സ്തുതിക്കുന്ന നിന്റെ ശൂന്യത മാറുക. ഈ രാത്രി സ്തുതിക്കുന്ന നിന്റെ ഇല്ലായ്മ മാറുക. ഈ രാത്രി സ്തുതിക്കുന്ന ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ കണ്ട് ഭയപ്പെടുന്ന ശൂന്യതയുടെ അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. സ്തോത്രം. ദൂത് തിരിച്ചറിയുന്നവർ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കാര്യങ്ങളെ തട്ടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ സ്തോത്രം. നീ പുതിയ കൃഷി രീതികൾ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നീ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയത് കൊണ്ടല്ല, നീ പുതിയത് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, നീ മരുന്ന് മാറ്റുന്നത് കൊണ്ടല്ല, ഡോക്ടർമാരെ മാറ്റുന്നത് കൊണ്ടല്ല, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെടുക. ഒരു കൊയ്ത്ത് ഒരുങ്ങപ്പെടുക. ഒരു കൊയ്ത്ത് ഒരുങ്ങപ്പെടുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു കൊയ്ത്ത് ഒരുങ്ങപ്പെടുക. ഒരു കൊയ്ത്ത് ഒരുങ്ങപ്പെടുക. ഇന്ന് ഈ സമയം എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ചുറ്റുപാടും നോക്കരുത്. അറാറത്തിന്റെ വരൾച്ച നോക്കരുത്. അറാറത്തിന്റെ വരൾച്ച നോക്കരുത്. ഒപ്പം ആരുമില്ല എന്ന ചിന്ത വേണ്ട. ഒപ്പം ആരുമില്ല എന്ന ചിന്ത വേണ്ട. കേൾക്ക്, അറാറത്തിന് മുകളിൽ നിന്നെ എത്തിച്ചൊരു ദൈവം നിന്റെ യാഗത്തിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ഈ പർവ്വതത്തിന്റെ മുകളിൽ എത്തിച്ച നീ ഒറ്റയ്ക്കാകും വിധത്തിൽ, പ്രതീക്ഷിച്ചവർ ആരുമില്ലാത്ത വിധത്തിൽ, നിന്നെ ഒറ്റയ്ക്കാകും വിധത്തിൽ നിന്നെ ഈ സ്ഥാനത്ത് എത്തിച്ച ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എല്ലാവരും ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുക. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുക. സ്ഥലം പോരാതവണ്ണം, സ്ഥലം പോരാതവണ്ണം, സ്ഥലം പോരാതവണ്ണം. സ്ഥലം പോരാതവണ്ണം, സ്ഥലം പോരാതവണ്ണം, സ്ഥലം പോരാതവണ്ണം. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുക. നിന്റെ ശൂന്യത മാറുവാൻ, നിന്റെ ഇല്ലായ്മ മാറുവാൻ യേശുവിൻ നാമത്തിൽ ഈ സമയം ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.